പ്രതികാരം തീർത്ത് ഇറാൻ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. അമേരിക്കയുമായിട്ടുള്ള എല്ലാ ചർച്ചകളും നിർത്തിവെച്ചതായിട്ട് ഇറാൻ പറഞ്ഞു. തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലെബനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ നടപടി എന്നാണ് വിവരം. അതേസമയം ചർച്ച നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാന്റെ അന്ത്യശാസനവുമുണ്ട്. ബെറൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഏൽക്കുമെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം തന്നെ ക്രൂഡ് ഓയിൽ വില ഉയരുകയും ചെയ്യുന്നുണ്ട്. ആകെ മൊത്തത്തിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ യുദ്ധം കടന്നു പോകുന്നത്. യാതൊരു തരത്തിലും ഈ ഒരു യുദ്ധത്തെ പിടിച്ചു നിർത്താൻ ആർക്കും തന്നെ കഴിയുന്നില്ല. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും ആ ഒരു വ്യോമാക്രമണങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ തീരദേശ നഗരമായിട്ടുള്ള ഗറൂക്ക്, തന്ത്രപ്രധാനമായിട്ടുള്ള ക്യൂഷം ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തി. ഇതിന്റെ മറുപടി എന്നോണം സമാധാന ചർച്ചകൾ അതിവേഗം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിന് പ്രതികാരം എന്നോണം ഈ ഇറാൻ തന്റെ നീക്കങ്ങൾ വളരെ നിർണായകമാക്കിയിരിക്കുകയാണ്. അതായത് അമേരിക്കയുമായിട്ടുള്ള എല്ലാ ചർച്ചയും ഇറാൻ നിർത്തിവെച്ചതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ ലംഘിച്ചതായിട്ട് അരാക്ചി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ വീണ്ടും വലിയൊരു സംഘർഷ ഭീതിയിലാണ് ഇന്ന് പശ്ചിമേഷ്യ ഉള്ളത്. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ തന്റെ അന്ത്യശ്വാസനം നൽകിയിരിക്കുകയാണ്. ബെറൂട്ടിൽ തൊട്ടാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭീഷണിയും ഇതിനോടകം തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചർച്ച നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുഎസിന് മുന്നറിയിപ്പുമായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയത്. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും ഉത്തരവാദികളാണെന്ന് അദ്ദേഹം എക്സിലൂടെ അറിയിച്ചു. ലബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവ്യക്തതയില്ലാതെ ഇറാനും അമേരിക്കയും തമ്മിൽ സമഗ്രമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുന്നു. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ലംഘനം വെടിനിർത്തൽ ലംഘനമായിട്ട് കണക്കാക്കുമെന്ന് വ്യക്തമായിരുന്നു. ഈ വെടിനിർത്തൽ ലംഘിക്കുന്നതിന്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും ഉത്തരവാദികളായിരിക്കുമെന്നും അതിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പറയുന്നത്. ഗസയിലും ലബനനിലും ഇസ്രയേലിന്റെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് ഇസ്രയേലി സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ തങ്ങൾ സംതൃപ്തരാകുന്നത് വരെ ചർച്ചകൾ ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഈ ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. യുദ്ധം അതികഠിനമായിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലും ചർച്ചയ്ക്ക് വഴങ്ങാതെ ഇറാൻ തന്റെ നീക്കങ്ങളുമായിട്ട് പോകുമ്പോൾ അടുത്ത വലിയൊരു യുദ്ധത്തിനായിരിക്കും ഇറാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഈ തസ്നീം ന്യൂസ് ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലബനിൽ ഇസ്രയേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ ഒരു നിർണായക തീരുമാനം വന്നിരിക്കുന്നത്. ലബനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുമെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതിപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ആണ് ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ അബ്ബാസ് അരാഗ്ചിയും കൂടി ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. എന്തായാലും ലബനന് പിന്തുണ വാഗ്ദാനം ചെയ്തതായും ഗാലിബാഫ് അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരം അവകാശവാദങ്ങൾക്കിടയിലും ഇറാൻ തന്റെ നിർണായക നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായിട്ടും സംസാരിച്ചു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഹിസ്ബുള്ള പാടെ തള്ളിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ തയ്യാറല്ല എന്നും ചർച്ചകൾക്ക് തയ്യാറല്ല എന്നും തന്നെയാണ് ഹിസ്ബുള്ള പറയുന്നത്. വടക്കൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചതായിട്ടും ഹിസ്ബുള്ള പറയുന്നുണ്ട്. എന്തായാലും ലബനനിൽ നിന്ന് വിക്ഷേപിച്ച 2 മിസൈലുകൾ തടഞ്ഞതായിട്ട് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയതായിട്ടും ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്ന് പറയപ്പെടുന്ന ബെറൂത്തിന്റെ തെക്കൻ ഭ്രാന്ത് പ്രദേശത്തുള്ള ദഹിയ ആക്രമിക്കാൻ ഇസ്രയേലി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ബെറൂത്തിലെ ഇസ്രയേലി ആക്രമണ പദ്ധതികൾ യുഎസുമായിട്ട് ഏകോപിപ്പിച്ചാണ് ചെയ്യുന്നത് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ US സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ്
ഇതോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെ തിങ്കളാഴ്ച യുഎസിന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ കുവൈത്തിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. പിന്നീട് ആകെ മൊത്തത്തിൽ സംഘർഷഭരിതമാണ്. അതായത് മിനിറ്റുകൾക്കുള്ളിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞ ട്രംപിന് ആ ഒരു ഒപ്പിടാൻ കഴിയാതെ ആയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം സമാധാനം കൊണ്ടുവരാൻ ഇതുവരെ തന്നെ കഴിഞ്ഞിട്ടില്ല. ഇറാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഇറാൻ പറയുന്ന ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നത് വരെ ഈ ഒരു ആക്രമണം തുടരുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം പ്രതിരോധിച്ചതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കുവൈത്തിലേക്ക് വീണ്ടും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആക്രമണം അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. പുതിയ സംഭവ വികാസങ്ങൾ നാവിക നീക്കങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാഖിലെ ഖസർ തുറമുഖത്ത് തെക്ക് കിഴക്ക് ഏകദേശം 40 മൈൽ അകലെയാണ് സംഭവം നടന്നത് എന്നാണ് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചിരിക്കുന്നത്. ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെറൂട്ടിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണ ഭീഷണി തുടരുന്നതിനിടെയും കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന കനത്ത മുന്നറിയിപ്പുമായിട്ട് തന്നെയാണ് ഇറാൻ രംഗത്തുള്ളത്. ഇസ്രായേൽ സൈന്യം ഈ ഒരു ബെറൂട്ട് ലക്ഷ്യമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ഉത്തര ഇസ്രായേലിലേക്ക് ഞങ്ങൾ ഏത് നിമിഷവും ഞങ്ങളുടെ മിസൈലുകൾ തൊടുത്തുവിടും, അവിടെ ജനങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാനായിട്ടുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ സംഘർഷാഭരിതമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറുകയാണ്. ഇസ്രായേൽ വരുന്നുണ്ട്, അമേരിക്ക വരുന്നുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലായിരിക്കുകയാണ്. വളരെ നിർണായകമായിരിക്കുന്നത് ഇനി ഹോർമുസ് കടലെടുക്കാണ്. കാരണം സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ വീണ്ടും അമേരിക്ക തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തുമ്പോൾ അവിടെ ഹോർമുസ് വളരെ നിർണായകമായിരിക്കുകയാണ്. കാരണം ഈ സംഘർഷം രൂക്ഷമായതോടെ അവിടെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതിന്റെ എണ്ണം കൂടി എന്നതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രയേലെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണത്തിന് വലിയ സാധ്യത ഉണ്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രയേൽ ഭരണകൂടം നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഇറാൻ നേരത്തെ പറഞ്ഞ ആവശ്യമായിരുന്നു ലെബനിലേക്ക് ആക്രമണം നടത്തരുത്, ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ലെബനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. യാതൊരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യവുമില്ലാതെ ഈ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങോട്ടേക്ക് ലെബനിലേക്ക് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ രംഗത്തെത്തുന്നത്. എന്തായാലും ഇസ്രയേലിന് കനത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അവിടെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടിയാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ രക്ഷിക്കാനായിട്ട് ജനങ്ങൾ അടിയന്തരമായിട്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഈ ഇറാൻ പറയുന്നത്. അവിടുത്തെ ജനങ്ങളോട് തന്നെ പറയുകയാണ്, നിങ്ങൾ ഏത് നിമിഷവും ഇവിടെ ആക്രമണം സംഭവിക്കാം, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇസ്രയേലിന് നേരിട്ടൊരു അന്ത്യശാസനം നൽകുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം അതിന്റെ എത്രത്തോളം കാഠിന്യത്തിൽ എത്തി എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും ലെബനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അടിയന്തരമായിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പലതവണ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം നീക്കങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിന് വീണ്ടും ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ നേരിട്ട് ഇസ്രായേലിനെ തീർത്തു കളയും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ ആകെ മൊത്തത്തിൽ സംഘർഷാഭരിതമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഭീതിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തായാലും യുദ്ധത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.